ഇന്ന് നമ്മൾ സെക്കൻഡ് ഇയറിന്റെ സിലബസ് സെഷൻ ആണ്. നമ്മളുടെ മെസ്സേജസിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ സമയത്ത് നമ്മുടെ സിലബസ് എന്ന ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ, അല്ലെങ്കിൽ അത് എങ്ങനെ കവർ ചെയ്യണം, അല്ലെങ്കിൽ എത്ര ബ്ലോക്ക് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഡീകോഡിങ്ങിൽ കണ്ടിരുന്നു അല്ലെ. അപ്പൊ അതേപോലെ ഈ ഒരു സെക്കൻഡ് ഇയറിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സിലബസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മുടെ തേർഡ് സെമ്മും ഫോർത്ത് സെമ്മും മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര സബ്ജക്ട്സ് കവർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണെന്ന് ഒരു ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്ന ഒരു സിലബസ് ഡീകോഡിംഗ് സെഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് യൂണിറ്റ് വൈസും ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനും ഈ പ്രോഗ്രാം നമ്മുടെ കൂട്ടത്തിൽ കണ്ടക്ട് ചെയ്യാനും അതിന്റെ കൂടെ നമ്മുടെ ലാൻഡ് വൈസ് ടീമിൽ നിന്ന് തന്നെ കൊമേഴ്സിലെ ലോജിഷ മാമും ഉണ്ട്, ഗായത്രി മാമും ഉണ്ട്. രണ്ടുപേരെയും കൂട്ടത്തിൽ നിങ്ങളെല്ലാവരെയും ഈ ഒരു സെഷനിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മളുടെ സിലബസിന്റെ കാര്യങ്ങൾ, അതായത് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ലോജിഷ മാമിനെ വെൽക്കം ചെയ്യുന്നു. ഓവർ ടു മാം. ഓക്കെ, താങ്ക് യു സ്നേഹ മാം. അപ്പൊ നമുക്ക് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് നമ്മുടെ ഈ സെക്കൻഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അതായത് നമുക്ക് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ഓരോരുത്തരും പഠിച്ചു തുടങ്ങി കാണും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ, അതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ കോഡ് വരുന്നത് BCOLA 138. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് BCOC 136, ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് BCOC 137, and cost accounting BCOC 138, and computer application in business BCOS 183, and e-commerce BCOS 184. അതായത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന തന്നെയാണ്, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞവരാണ്. അപ്പോൾ കോഡ് എങ്ങനെ എഴുതണമെന്നും അതായത് കോഡിന്റെ ഇമ്പോർട്ടൻസും എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. അപ്പൊ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തേർഡ് ഇയറിലാണ്. തേർഡ് ഇയറിലെ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്, ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പിന്നെ വരുന്നത് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്, ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, ഇന്ത്യൻ എക്കോണമി. ഇത്രയാണ് നമ്മുടെ തേർഡ് ഇയറിലെ പേപ്പേഴ്സ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഈ സെക്കൻഡ് ഇയറിൽ ഏതൊക്കെയാണ് നമ്മുടെ പേപ്പേഴ്സ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് അടുത്തത്, അതായത് അടുത്ത സ്ലൈഡിൽ വരുന്നത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പേപ്പറാണ് BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്. അതില് നമുക്കറിയാം നമ്മൾ ഓരോ ബ്ലോക്ക് ആയിട്ടും ഓരോരോ യൂണിറ്റ് ആയിട്ടും തിരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓരോ ബ്ലോക്കിനെയാണ് വീണ്ടും ഓരോരോ യൂണിറ്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1ൽ കവർ ചെയ്യുന്നത് 4 യൂണിറ്റ് ആണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ആണ്. അതായത് ഇൻകം ടാക്സ് ആൻഡ് ലോ ആൻഡ് പ്രാക്ടീസിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ് യൂണിറ്റ് 1 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 2ല് യൂണിറ്റ് 1ന്റെ തന്നെ പാർട്ട് 2 ആണ് വരുന്നത്, ബേസിക് കൺസെപ്റ്റ് 2. യൂണിറ്റ് 3ൽ വരുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്നുള്ളതിൽ ഒരു ചെറിയ പ്രോബ്ലം അതിൽ വരുന്നുണ്ട്. യൂണിറ്റ് 4ൽ വരുന്നത് എക്സെപ്റ്റഡ് ഇൻകം ടാക്സ്, അതായത് ഇൻകം ടാക്സിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് 4ൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 2 വരുന്നത് സാലറീസ്. അതിൽ യൂണിറ്റ് 5ൽ വരുന്നത് സാലറീസ് അതിന്റെ ഫസ്റ്റ് പാർട്ടും, യൂണിറ്റ് 6ലേക്ക് വരുന്ന സമയത്ത് സാലറീസ് സെക്കൻഡ് പാർട്ടും, യൂണിറ്റ് 7ൽ വരുന്നത് സാലറീസ് തേർഡ് പാർട്ടും ആണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ബ്ലോക്ക് 3ൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇതാണ് നമ്മളുടെ അടുത്ത ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ ഓരോരോ, അതായത് ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇത് ഓരോരോ സബ് ഹെഡിങ് ആയിട്ട്, അതായത് ഓരോരോ യൂണിറ്റിലായിട്ടും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. യൂണിറ്റ് 8ൽ വരുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ആൻഡ് യൂണിറ്റ് 9ൽ വരുന്നത് ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ആൻഡ് യൂണിറ്റ് 10ൽ വരുന്നത് ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് അതിന്റെ പാർട്ട് 1ന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പാർട്ട് 2 യൂണിറ്റ് 10ൽ വരുന്നത്. ആൻഡ് യൂണിറ്റ് 11ൽ വരുന്നതും നമ്മുടെ കണ്ടിന്യൂഷൻ ആയിട്ട്, അതായത് പാർട്ട് 2ന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ പാർട്ട് 3 ആണ് വരുന്നത്. അടുത്തത് നമ്മുടെ അടുത്ത സബ്ജക്റ്റ് ആയ BCOC 137 കോർപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് ആണ്. കോർപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിലും ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കമ്പനി അക്കൗണ്ടിനെ പറ്റി
ആണ്. കമ്പനി അക്കൗണ്ട്സിൽ ഫസ്റ്റ് യൂണിറ്റ് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആൻഡ് യൂണിറ്റ് 2 കവർ ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റൽ ആൻഡ് യൂണിറ്റ് 3 കവർ ചെയ്യുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസ് ആൻഡ് യൂണിറ്റ് 4 ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് യൂണിറ്റ് 5 ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇനി അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 2 വരുന്നത് കമ്പനി അക്കൗണ്ട്സ് ആണ്. കമ്പനി അക്കൗണ്ടിന്റെ സെക്കൻഡിൽ വരുന്നത് യൂണിറ്റ് 6 വരുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. അത് ഫസ്റ്റ് പാർട്ടും യൂണിറ്റ് 7 വരുന്നത് ഫൈനൽ അക്കൗണ്ടിന്റെ തന്നെ സെക്കൻഡ് പാർട്ടും യൂണിറ്റ് 8 വരുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ആണ് വരുന്നത്. ഇനി അടുത്തത് ബ്ലോക്ക് 3 ആണ് ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാല്യൂഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ് വിൽ. ഇതിലും ആകെ അതായത് 4 യൂണിറ്റ് ആണുള്ളത്. അതിൽ യൂണിറ്റ് 9 കവർ ചെയ്യുന്നത് അക്കൗണ്ട് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് പാർട്ട് 1 ആൻഡ് യൂണിറ്റ് 10 കവർ ചെയ്യുന്നത് അക്കൗണ്ട്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് പാർട്ട് 2 ആൻഡ് യൂണിറ്റ് 11 വാല്യൂവേഷൻ ഓഫ് ഗുഡ് വിൽ ആൻഡ് യൂണിറ്റ് 12 വാല്യൂവേഷൻ ഓഫ് ഷെയർസ്. ഇനി അടുത്തത് നമ്മുടെ ബ്ലോക്ക് 4 വരുന്നത് അമാൽഗമേഷൻ ഓഫ് കമ്പനീസ് ആണ്. അത് യൂണിറ്റ് 13 വരുന്നത് അമാൽഗമേഷൻ ഓഫ് കമ്പനീസിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ് വരുന്നത്. യൂണിറ്റ് 14 വരുന്നത് അമാൽഗമേഷൻ ഓഫ് കമ്പനീസ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആൻഡ് യൂണിറ്റ് 15 വരുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷനും ആണ്. ഇനി അടുത്തത് നമ്മൾ ബ്ലോക്ക് 5 പോകുന്നത്. ബ്ലോക്ക് 5 വരുന്ന സമയത്ത് അക്കൗണ്ടിംഗ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. അതിൽ യൂണിറ്റ് 16 കവർ ചെയ്യുന്നത് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് കമ്പനീസ് ബേസിക് ആസ്പെക്ട് ആണ്. ആൻഡ് യൂണിറ്റ് 17 നമ്മൾ കവർ ചെയ്യുന്നത് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആൻഡ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. ആൻഡ് യൂണിറ്റ് 18 നമ്മൾ കവർ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കും യൂണിറ്റ് 19 നമ്മൾ കവർ ചെയ്യുന്നത് നോൺ പെർഫോമിംഗ് അസറ്റും ആണ്. ഇനി അടുത്തത് നമ്മുടെ അടുത്ത പേപ്പർ, നമ്മുടെ മൂന്നാമത്തെ പേപ്പർ. നമ്മൾ ആദ്യം ടാക്സ് പറഞ്ഞു, കോർപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് പറഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നുള്ളത്, BCOC 138. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അതിൽ യൂണിറ്റ് 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും യൂണിറ്റ് 2 പറയുന്നത് കോസ്റ്റ് കൺസെപ്റ്റ് ആൻഡ് ഇറ്റ്സ് അസർടൈൻമെന്റും. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ഉണ്ട്, അതൊക്കെയാണ് യൂണിറ്റ് 1, 2 കവർ ചെയ്യുന്നത്. ഇനി അടുത്തത് മെറ്റീരിയൽ ആൻഡ് ലേബർ എന്നുള്ളത് സെക്കൻഡ് ബ്ലോക്ക് ആണ്. അതിൽ യൂണിറ്റ് 3 കവർ ചെയ്യുന്നത് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ. ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് ഇൻവെന്ററി കൺട്രോൾ. അതായത് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻവെന്ററി കൺട്രോൾ വരുന്നത്. ദെൻ യൂണിറ്റ് 5 പ്രൈസിംഗ് ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. ഇതിൽ നമ്മൾ പല ടൈപ്സ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. ലിഫോ മെത്തേഡ്, ഫിഫോ മെത്തേഡ്, ഇതൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്. അടുത്തത് യൂണിറ്റ് 6 വരുന്ന സമയത്ത് ലേബർ ബേസിക് കൺസെപ്റ്റും യൂണിറ്റ് 7 വരുന്ന സമയത്ത് അക്കൗണ്ടിംഗ് ഫോർ ലേബർ. അടുത്ത നമ്മുടെ ബ്ലോക്ക് 3 വരുന്നത് ഓവർ ഹെഡ്സ് ആണ്. ഓവർ ഹെഡ്സിൽ യൂണിറ്റ് 8 വരുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡും യൂണിറ്റ് 9 വരുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡും യൂണിറ്റ് 10 വരുന്നത് മിഷൻ അവർ റേറ്റും ആണ്. ഇനി നമ്മൾ അടുത്ത യൂണിറ്റ് 11 വരുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് അതർ ഓവർ ഹെഡ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് അലോക്കേഷൻ. ഇനി അടുത്ത ബ്ലോക്കിൽ വരുന്നത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്. ആ കോസ്റ്റിംഗിന്റെ ഓരോരോ മെത്തേഡ്സും ആണ് നമ്മൾ ഓരോരോ യൂണിറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് യൂണിറ്റ് കോസ്റ്റിംഗും യൂണിറ്റ് 13 വരുന്നത് ജോബ് കോസ്റ്റിംഗും യൂണിറ്റ് 14 വരുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗും യൂണിറ്റ് 15 വരുന്നത് പ്രോസസ് കോസ്റ്റിംഗും യൂണിറ്റ് 16 വരുന്നത് ജോയിന്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്ട്സ് ആൻഡ് യൂണിറ്റ് 17 വരുന്നത് വാല്യുവേഷൻ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് യൂണിറ്റ് 18 വരുന്നത് സർവീസ് കോസ്റ്റിംഗും യൂണിറ്റ് 19 വരുന്നത് റീകൺസിലിയേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഇത്രയുമാണ് നമ്മുടെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിൽ വരുന്നത്. നമ്മൾ ഈ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് പഠിക്കുന്ന സമയത്ത് ഓരോന്നിനും അതിൻ്റെതായ എക്സാമ്പിൾസും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ആ എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് മാറും. അടുത്തത് നമ്മുടെ BCOLA 138 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റ് 1 കവർ ചെയ്യുന്നത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ആണ് പറയുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ. അതിൽ യൂണിറ്റ് 1 പറയുന്നത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ പറയുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാരിയേഴ്സ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എങ്ങനെയാണ്, അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 1 കവർ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് നമ്മുടെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് ഉള്ളത്, വെർബലും നോൺ വെർബലും. വെർബൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ വാക്കാൽ പറയുന്നത്, അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
നോൺ വെർബൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജസ്റ്റേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ കവർ ചെയ്യുന്നത്. അടുത്ത യൂണിറ്റ് 3 ആൻ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ബേസിക് കൺസെപ്റ്റ് ഓഫ് ദി കൺസെപ്റ്റ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ വേരിയസ് ടൈപ്പ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്, അതിന്റെ റോൾസ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നത്. ആദ്യം നമ്മൾ ടൈപ്സ് പറയുന്നുണ്ട്, പിന്നെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്തെന്ന് പറയുന്നു, അതിന്റെ ടൈപ്സ് പറയുന്നതാണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. അടുത്ത യൂണിറ്റ് 4 നമ്മൾ കവർ ചെയ്യുന്നത് പേർപ്പസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് പേർപ്പസ് ഓഫ് ദ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ് നോക്കുന്നത്. അതിൽ ഇൻക്ലൂഡിംഗ് ദ റോൾ ഇൻ ഇംപ്രൂവിംഗ് നോളജ് ഓഫ് റിമോട്ട് വർക്കേഴ്സ് ആൻഡ് ഇംപ്രൂവിംഗ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് കസ്റ്റമേഴ്സ്. And it explains how it helps in building a better image of the company, use of modern technology in business communication. അതായത് ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം, നമ്മൾ കസ്റ്റമേഴ്സിനെ എങ്ങനെ റീറ്റെയിൻ ചെയ്യാം, അവരെ കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം, അവരുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ അതിന്റെ ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ പേർപ്പസ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് ചാനൽസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അതായത് പല ടൈപ്സ് ഓഫ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് യൂണിറ്റ് 5 നമ്മൾ കവർ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ബിസിനസ് കറസ്പോണ്ടൻസ് ആണ്. അതിൽ നമ്മൾ യൂണിറ്റ് 6 നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്. അതായത് നമ്മൾ ഒരു ലെറ്റർ റൈറ്റിംഗ്, ബിസിനസ് ലെറ്റർ എങ്ങനെ എഴുതാം, അതിന്റെ ഫോം, അതിന്റെ അറേഞ്ച്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 6 നമ്മൾ കവർ ചെയ്യുന്നത്. യൂണിറ്റ് 7 വരുന്ന സമയത്ത് ബിസിനസ് കറസ്പോണ്ടൻസ് 1, അതിൽ നമ്മൾ മെയിൻ ആയിട്ട് അതായത് എസെൻഷ്യൽ ആൻഡ് സ്റ്റൈൽ ഓഫ് ബിസിനസ് ലെറ്റർ ആൻഡ് ഇറ്റ് ഓൾസോ ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റർ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 7 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 8 എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 7 തന്നെ കണ്ടിന്യൂഷൻ ആണ് ബിസിനസ് കറസ്പോണ്ടൻസിന്റെ. അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻ ഇൻ ബിസിനസ് ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോസ്റ്റൽ സർവീസസ്. ഇനി അടുത്തത് യൂണിറ്റ് 9 വരികയാണെങ്കിൽ യൂണിറ്റ് 9 നമ്മൾ കവർ ചെയ്യുന്നത് മീറ്റിംഗ്സ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നു മീറ്റിംഗ് എന്താണെന്നുള്ളത് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ ഒരു വാലിഡ് മീറ്റിംഗിന് വേണ്ടുന്ന റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് കണ്ടക്ട് ഓഫ് ദ മീറ്റിംഗ് ഈസ് ഓൾസോ എക്സ്പ്ലൈൻഡ്. ആൻഡ് യൂണിറ്റ് 10 നമ്മൾ മീറ്റിംഗിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പറയുന്നത് ആസ്പെക്ട്സ് ഓഫ് മീറ്റിംഗ് എന്താണെന്നുള്ളതും, അതുപോലെ തന്നെ നെയിംലി മോഷൻ, അതുപോലെ തന്നെ അമെൻമെന്റ്സ്, റെസൊല്യൂഷൻസ് ആൻഡ് ഇന്ററപ്ഷൻസ്, ദ വോട്ടിംഗ് പ്രൊസീജിയർ ആൻഡ് റൈറ്റിംഗ് ഓഫ് ദ മിനിറ്റ്സ് ആർ ഓൾസോ എക്സ്പ്ലൈൻഡ്. അതായത് ഒരു മിനിറ്റ്സ് എങ്ങനെയാണ് എഴുതേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മീറ്റിംഗിൽ നമ്മൾ അതായത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് നോട്ട്, ഒരു മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പം അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 10 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 11 വരുന്ന സമയത്ത് ബിസിനസ് റിപ്പോർട്ട്സ് ആണ്. ബിസിനസ് റിപ്പോർട്ട്സിൽ ഓൾസോ ഡിസ്ക്രൈബ് ദി മീറ്റിംഗ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ബിസിനസ് റിപ്പോർട്ട്. ബിസിനസ് റിപ്പോർട്ടിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ എസെൻഷ്യൽ എലമെന്റ്സ് ആണ് ഒരു ഗുഡ് റിപ്പോർട്ട്സിന് വേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട് ഏതാണെന്നുള്ളതുമാണ് പറയുന്നത്. അതുപോലെ തന്നെ യൂണിറ്റ് 12 വരുന്ന സമയത്ത് പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ റിപ്പോർട്ട്. റിപ്പോർട്ട് എഴുതുമ്പോഴുള്ള പ്രോസസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിന്റെ ജനറൽ ഗൈഡ് ലൈൻസും, അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ദ ലോങ് ആൻഡ് ഷോർട്ട് റിപ്പോർട്ട്സിനെ പറ്റി റൈറ്റിംഗ് ആണ്. അതായത് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഓൾസോ ഡിസ്കസ് ദ പ്രോബ്ലം ഇൻ റൈറ്റിംഗ് എ പ്രോസസ് ആൻഡ് ഗിവ് സം ഇല്ലുസ്ട്രേഷൻസ്. ഇതാണ് യൂണിറ്റ് 13 നമ്മൾ കവർ ചെയ്യുന്നത്. അടുത്തത് വരുന്ന സമയത്ത് നമ്മൾ വൊക്കാബുലറി ആണ് നോക്കുന്നത്, വൊക്കാബുലറി ഫോർ ബിസിനസ് റൈറ്റിംഗ്. അതിൽ യൂണിറ്റ് 14 നമ്മൾ കവർ ചെയ്യുന്നത് സം ബിസിനസ് ടേംസ്, അതായത് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ചില ടേംസ് ഉണ്ട്, അതാണ് നമ്മൾ ഇതിൽ യൂണിറ്റ് 14 കവർ ചെയ്യുന്നത്. അതായത് എക്സ്പ്ലെയിൻ സം ബിസിനസ് ടേംസ് ദാറ്റ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ ബിസിനസ് ജാർഗൺ ആൻഡ് ബട്ട് ആർ നോട്ട് കോമൺ ഇൻ അതർ ഫീൽഡ്. അതായത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള, അതായത് ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ടെക്നിക്കൽ വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ഈ വൊക്കാബുലറി ഓഫ് ബിസിനസ് റൈറ്റിംഗിൽ നമ്മൾ യൂണിറ്റ് 14 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 15 എന്ന് പറയുന്നത് ആ യൂണിറ്റ് 14 തന്നെ കണ്ടിന്യൂഷൻ ആണ്, കുറച്ചും കൂടി കൂടുതലായിട്ട് ടേംസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അടുത്ത യൂണിറ്റ് 16 വരുന്ന സമയത്ത് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, അതായത് ക്ലാരിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ടു ഓർ മോർ സെറ്റ് ഓഫ് ടേംസ് വിച്ച് ആർ മോർ ഓർ ലെസ് പ്രൊനൗൺസ് alike but have different meaning. അതായത് ഒരു വേർഡ്സ് നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ എന്താ ക്ലാരിറ്റി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പക്ഷെ അതിന് ഡിഫറെന്റ് മീനിങ് ഉണ്ടാവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേർഡ്സ് ഓഫൺ മിസ്പെൽറ്റ്, അതായത് തെറ്റായ
നമ്മൾ എഴുതുന്നില്ല, ഒരു ഇംഗ്ലീഷിൽ ഒരു വേർഡ് എഴുതുന്നത്, അത് ഇൻകറക്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നു എഴുതുന്നത്, അതിനെ പറ്റിയിട്ടുള്ളതാണ്. അത് എങ്ങനെ കറക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ മിസ്പെൽഡ് വേർഡ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, എങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സം ഇംഗ്ലീഷ് വേർഡ് വിച്ച് മേ ബി സ്പെൽഡ് ഇൻകറക്ട്ലി. അടുത്തത് കോൺഫറൻസ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ജോബ് മാർക്കറ്റ്. അതിൽ യൂണിറ്റ് 18 നമ്മൾ കവർ ചെയ്യുന്നത് വോയിസ് മെയിൽ, വീഡിയോ കോൺഫറൻസിംഗ് ആൻഡ് കോൺഫറൻസ് കോൾ. അതായത് ഡിസ്ക്രൈബിംഗ് ദ മീനിങ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ഡൂയിങ് വോയിസ് മെയിൽ ആൻഡ് വീഡിയോ കോൺഫറൻസിംഗ് ആൻഡ് കോൺഫറൻസ് കോൾസ്. നമുക്കറിയാം, ഇന്ന് നമുക്ക് ഏവർക്കും പരിചിതമാണ് ഈ ഒരു വേർഡ്സ് ഒക്കെ. അപ്പം ഈ വോയിസ് മെയിൽ, വീഡിയോ കോൺഫറൻസിംഗ്, ഇതിന്റെയൊക്കെ മീനിങ്സ്, ഇതൊക്കെ എന്തിനാണ്, ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ാണ് യൂണിറ്റ് 18 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 19 വരുന്ന സമയത്ത് പ്രിപ്പയറിംഗ് ഫോർ ജോബ് മാർക്കറ്റ്, ഡിസ്കസ് ഡിഫറെന്റ് സ്റ്റേജസ് ഫോർ search for a job, and it explain how the advertisement should be evaluated and how a good application letter can be prepared, and it also describe the procedure of writing a good curriculum material. അതായത് പ്രിപ്പയറിംഗ് ഫോർ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഈ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമ്മളൊരു CV പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മളടുത്ത് ചോദിക്കുന്നത് ആദ്യം നമ്മുടെ CV ആണ്. അപ്പം ഒരു CV എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, നമ്മളൊരു ജോബ് അന്വേഷിച്ച് പോകുന്ന സമയത്ത്, ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു പോകുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ CV-യിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് യൂണിറ്റ് 19 കവർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളും പൊതുവെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പറിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത പേപ്പറാണ് BCOS 183 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് അത്രയും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ ബ്ലോക്ക് 1 പറയുന്നത് ആദ്യം തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അതിൽ യൂണിറ്റ് 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ, ആൻഡ് യൂണിറ്റ് 2 പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ, ആൻഡ് യൂണിറ്റ് 3 പറയുന്നത് വെബ് ആപ്ലിക്കേഷൻസ്, ആൻഡ് യൂണിറ്റ് 4 പറയുന്നത് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. അടുത്ത നമ്മൾ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ ഡാറ്റ ഹാൻഡ്ലിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റവും, യൂണിറ്റ് 6 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IT സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ ബിസിനസ്സും, യൂണിറ്റ് 7 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് സർവീസസ് ആൻഡ് ഇമെയിൽ കോൺഫിഗറേഷൻ, ആൻഡ് യൂണിറ്റ് 18 പ്ലാസ്റ്റിക് മണി, വാലറ്റ് ആൻഡ് ഓൺലൈൻ പേ. അതായത് പ്ലാസ്റ്റിക് മണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 8 കവർ ചെയ്യുന്നത്. അടുത്ത ബ്ലോക്ക് 3 എന്ന് പറയുന്നത് വേർഡ് പ്രോസസിംഗ് ആണ്. വേർഡ് പ്രോസസിംഗിൽ യൂണിറ്റ് 9 കവർ ചെയ്യുന്നത് ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസിംഗ്, ആൻഡ് യൂണിറ്റ് 10 വർക്കിംഗ് വിത്ത് വേർഡ് പ്രോസസിംഗ്, ആൻഡ് യൂണിറ്റ് 11 അഡ്വാൻസ്ഡ് ടൂൾസ് യൂസിംഗ് വേർഡ് പ്രോസസിംഗ്, ആൻഡ് യൂണിറ്റ് 12 പറയുന്നത് ക്രിയേറ്റിംഗ് ബിസിനസ് ഡോക്യുമെന്റേഷൻ. അടുത്ത സബ്ജക്റ്റ് ആണ് BCOS 184 ഇ കൊമേഴ്സ് എന്നുള്ളത്. അതായത് ബ്ലോക്ക് 1 പറയുന്നത് ബേസിക് ഓഫ് ഇ കൊമേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റ് 1 കവർ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇ കൊമേഴ്സും, യൂണിറ്റ് 2 പറയുന്നത് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസും, അതുപോലെ തന്നെ യൂണിറ്റ് 3 കവർ ചെയ്യുന്നത് ടെക്നോളജി യൂസ്ഡ് ഇൻ ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സിൽ എന്തൊക്കെ ടെക്നോളജീസ് ആണ്, നമ്മളിപ്പോൾ മോഡേൺ ടെക്നോളജി പലതും ഉണ്ട്, അത് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. യൂണിറ്റ് 4 ഇലക്ട്രോണിക് ഗവേണൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അടുത്ത ബ്ലോക്ക് 2 നമ്മൾ നോക്കുന്ന സമയത്ത് ഇ പേയ്മെന്റ് സിസ്റ്റം ആണ്. നമ്മളിപ്പം ഇന്ന് എല്ലാവരും ഇ പേയ്മെന്റ് സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ യൂണിറ്റ് 5 പറയുന്നത് എന്താണ് ഇ പേയ്മെന്റ് എന്നുള്ളതും, യൂണിറ്റ് 6 കവർ ചെയ്യുന്നത് ഇ ബാങ്കിങ്ങിനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ബ്ലോക്ക് 3 എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ്. അതായത് യൂണിറ്റ് 7 എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 7 പറയുന്നത്. യൂണിറ്റ് 8 പറയുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടും, അതുപോലെ തന്നെ യൂണിറ്റ് 9 പറയുന്നത് വെബ് സെർവർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ആൻഡ് ബ്ലോക്ക് 4 കവർ ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട്. അതിൽ യൂണിറ്റ് 10 പറയുന്നത് നമ്മുടെ സൈബർ സെക്യൂരിറ്റിയും, യൂണിറ്റ് 11 പറയുന്നത് സൈബർ സെക്യൂരിറ്റി മെഷേഴ്സും, യൂണിറ്റ് 12 പറയുന്നത് IT ആക്ട്. പല ആക്ടുകൾ ഉണ്ട് IT ആക്ടിൽ വരുന്നത്. IT ആക്ട് 2000 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്, അമെന്റ്മെന്റോട് കൂടി വന്നതാണ് IT ആക്ട് 2000 എന്ന് പറയുന്നത്. അടുത്ത ബ്ലോക്ക് 5 എന്ന് പറയുന്നത് ഓൺലൈൻ പോർട്ടൽ ആൻഡ് അപ്ലിക്കേഷൻ ആണ്. അതിൽ യൂണിറ്റ് 13 പറയുന്നത് ഇ ടെയിലിംഗ്, ആൻഡ് യൂണിറ്റ് 14 പറയുന്നത് ഇ സർവീസസ്, ആൻഡ് യൂണിറ്റ് 15 കവർ ചെയ്യുന്നത് ആപ്പ് ബേസ്ഡ് കൊമേഴ്സ്. ഇനി അടുത്ത നമ്മുടെ ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ടു വൊക്കാബുലറി.
അതില് ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് യൂണിറ്റ് 1 ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ യൂണിറ്റ് 1 പറയുന്നത് ലിറ്ററൽ വേഴ്സസ് മെട്രോഫോറിയൽ മീനിങ് ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് 2 പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് മീനിങ് ആൻഡ് യൂണിറ്റ് 3 പറയുന്നത് മൾട്ടിപ്പിൾ മീനിങ്സും യൂണിറ്റ് 4 പറയുന്നത് സ്റ്റഡി ഓഫ് ലിറ്റററി ടെക്സ്റ്റ്. അടുത്തത് യൂണിറ്റ് 2 ആണ്, ലിറ്റററി ഡിവൈസസ് ആണ് പറയുന്നത്. ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ തന്നെയാണ് പറയുന്നത്. ആ ബ്ലോക്ക് 2ന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത്, ബ്ലോക്ക് 1ന്റെ കണ്ടിന്യൂഷൻ. യൂണിറ്റ് 5 സൗണ്ട് പാറ്റേൺസും യൂണിറ്റ് 6 ഫിഗർ ഓഫ് സ്പീച്ച് പാർട്ട് 1 ആൻഡ് യൂണിറ്റ് 7 പാർട്ട് 1ന്റെ ഫിഗർ ഓഫ് സ്പീച്ചിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് യൂണിറ്റ് 7 വരുന്നത്, ഫിഗർ ഓഫ് സ്പീച്ച് പാർട്ട് 2 അതുപോലെ തന്നെ യൂണിറ്റ് 8 ഫിഗർ ഓഫ് സ്പീച്ച് പാർട്ട് 3 ആണ് വരുന്നത്. ഇനി അടുത്തത് പറയുന്നത് ബ്ലോക്ക് 3 സ്ട്രക്ചർ വേർഡ്സ് ആണ് പറയുന്നത്. അതിൽ യൂണിറ്റ് 9 പറയുന്നത് സ്ട്രക്ചർ വേർഡ്സ് 1, അതായത് ഫസ്റ്റ് പാർട്ടിൽ സ്ട്രക്ചർ വേർഡ്സിനെ പറ്റിയിട്ടും അതിന്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ടാണ് യൂണിറ്റ് 10 വരുന്നത് സ്ട്രക്ചർ വേർഡ്സ് 2 ആൻഡ് ഓക്സിലറീസ്. ആൻഡ് യൂണിറ്റ് 11 പറയുന്നത് സ്ട്രക്ചർ വേർഡ്സ് ഇൻ ഡിസ്കോഴ്സ് ഫസ്റ്റ് പാർട്ടും അതുപോലെ തന്നെ യൂണിറ്റ് 12 ആ ഫസ്റ്റ് പാർട്ടിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് സ്ട്രക്ചർ ഓഫ് വേർഡ്സ് ഇൻ ഡിസ്കോഴ്സ് 2 ആണ് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ബ്ലോക്ക് 4 ആണ്, റിഹോട്രിയൽ ഡിവൈസസ് ആണ്. അതിൽ യൂണിറ്റ് 13 പറയുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു റിഹോട്രിക്കും യൂണിറ്റ് 14 പറയുന്നത് അതിന്റെ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈലും അതുപോലെ തന്നെ യൂണിറ്റ് 15 പറയുന്നത് യൂസ് ഓഫ് റിപ്പിറ്റേഷൻ ആൻഡ് യൂണിറ്റ് 16 പറയുന്നത് യൂസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് യൂണിറ്റ് 17 പറയുന്നത് ഡൂയിങ് തിങ്സ് വിത്ത് ലാംഗ്വേജ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ആണ് യൂണിറ്റ് 17 നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ബ്ലോക്കും കാര്യങ്ങളും വരുന്നത്, നമ്മുടെ സിലബസ് വരുന്നത്. അപ്പം ഇത്രയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ അസൈൻമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു അസൈൻമെന്റ് എങ്ങനെ എഴുതണം, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്നേഹ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു മാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, നമ്മളിനി നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഫസ്റ്റ് ഇയേഴ്സ് എക്സാംസ് ഒക്കെ എഴുതിയവരും അസൈൻമെന്റ്സ് എഴുതിയവരുമാണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി നമുക്ക് പ്രോഗ്രാം കംപ്ലീഷന് വേണ്ടുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ചെയ്യേണ്ട വർക്ക് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. അപ്പം അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിലെ മെയിൻ ഒരു പാർട്ടാണ് നമ്മുടെ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു എക്സാം അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എക്സാമിന് അപ്പിയർ ചെയ്യണമെങ്കിൽ നമ്മളെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ അസൈൻമെന്റ്സ് ആണ്. അപ്പം ഒരു സബ്ജക്റ്റിന്, അതായത് നമ്മളിപ്പോ ഓൾറെഡി കേട്ട് കഴിഞ്ഞു, സെക്കൻഡ് ഇയറിൽ നമുക്ക് സാധാ മറ്റേത് പോലെ തന്നെ ഫസ്റ്റ് ഇയർ പോലെ തന്നെ തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലുമായിട്ട് നമുക്ക് 4 സബ്ജക്ട് വെച്ച് ടോട്ടൽ 8 സബ്ജക്ട്സ് ആണ് കവർ ചെയ്യാനുള്ളത്. അപ്പൊ ആ 8 സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനും ഓരോ അസൈൻമെന്റ്സ് വെച്ചിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സ്റ്റഡി സെന്ററിൽ. അപ്പൊ ആ സ്റ്റഡി സെന്ററിൽ ഇപ്പൊ നിലവിൽ നിങ്ങൾ ഡിസംബർ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ടൈം, അതായത് സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് നിങ്ങൾ ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഓരോ സെന്റേഴ്സിലും ചില ഡേറ്റ്സ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല എങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി തരുന്ന ആ ലാസ്റ്റ് ഡേറ്റ് അനുസരിച്ച് അത് ഓൺ ഡ്യൂ ആകുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അതൊന്നും കൂടെ പറയാം. നിങ്ങൾക്ക് പലപ്പോഴും അറിയാവുന്നതായിരിക്കാം, പക്ഷെ നിങ്ങൾ ഓർമ്മയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് സാധാരണ നമുക്ക് എന്താണ് ഒരു ജൂൺ എക്സാമും ഡിസംബർ എക്സാമും ആണ് വരുന്നത്. ഇപ്പൊ നിലവിൽ ഡിസംബർ എക്സാം വരുമ്പോൾ നമ്മൾ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ സമയത്താണ് നമ്മളുടെ ഈ ഒരു അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹാൻഡ് റിട്ടേൺ ഫോമിലായിരിക്കണം സബ്മിറ്റ് ചെയ്യുന്ന. ഹാൻഡ് റിട്ടേൺ ഫോം നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ സ്വന്തം കൈ കൊണ്ട് എഴുതി, പേന അല്ലെങ്കിൽ പെൻസിൽ മാത്രം യൂസ് ചെയ്ത്, സ്കെച്ചോ മാർക്കറോ ഒന്നും യൂസ് ചെയ്യാതെ നോർമൽ A4 ഷീറ്റിൽ നമ്മൾ എഴുതിയ പേപ്പേഴ്സ് വേണം, അല്ലാതെ ടൈപ്പ് ചെയ്തോ പ്രിന്റ് എടുത്തോ അല്ല. നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള അസൈൻമെന്റ്സ് വേണം നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യാൻ. പിന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യണം, അക്നോളജ്മെന്റ് റെസിപ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സബ്മിറ്റ് ചെയ്തു എന്നതിന്റെ ഒരു റെസിപ്റ്റും കൂടെ മേടിച്ചുകൊണ്ട് വേണം നമ്മൾ തിരിച്ചു വരാൻ. അതായത് സ്റ്റഡി കോർഡിനേറ്റർ നമുക്ക് തരുന്ന ആ ഒരു കോർഡിനേറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന സീൽ ചെയ്ത അല്ലെങ്കിൽ സൈൻ ചെയ്ത നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അക്നോളജ്മെന്റ് സ്ലിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും മാർക്കിന്റെ ഇഷ്യൂസോ സബ്മിറ്റ് ചെയ്തതിന്റെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്നതിന്റെ ഒരു എവിഡൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പേപ്പർ സ്ലിപ്പ് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, അതായത് നമ്മളുടെ ഈ ഒരു അസൈൻമെന്റ്സ് എഴുതുമ്പോൾ അസൈൻമെന്റ്സിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ
സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഒരു ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ ഒക്കെ നമ്മുടെ കയ്യിൽ ഒരു എവിഡൻസ് ആയിട്ട് അത് സൂക്ഷിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അങ്ങനെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്ത് മാർക്ക് കിട്ട് ഒരു 1 മന്ത് സബ്മിറ്റ് ചെയ്ത് 1 മന്ത് ആകുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു അസൈൻമെന്റ്സ് നമുക്ക് മാർക്കിട്ട് ലഭിക്കാൻ ക്വാളിഫൈഡ് ആണ്. അപ്പൊ അങ്ങനെ മാർക്കിട്ട് കിട്ടുന്ന അസൈൻമെന്റ്സിനെ നമ്മൾ TMA എന്ന് പറയും, അല്ലെങ്കിൽ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് എന്ന് പറയും. അതിന് കിട്ടുന്ന മാർക്കിനെയാണ് ട്യൂട്ടർ മാർക്ക്, അതായത് ചെക്ക് ചെയ്ത സ്റ്റഡി സെന്ററിൽ നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷമുള്ള അസൈൻമെന്റ്സ് ആണ് TMA എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പം ആ ഒരു മാർക്ക് എത്ര ആണ് എന്നതിന്റെ ബേസ് ചെയ്തിരിക്കും അസൈൻമെന്റിന് പാസ് ആണോ ഫെയിൽ ആണോ നോക്കുന്നത്. 35% അതിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു അസൈൻമെന്റ്സിന് നമ്മൾ പാസ് ആണ്. ഇനി അല്ല നമ്മൾ 35-ന് താഴെയാണെങ്കിൽ വീണ്ടും റീറൈറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ അസൈൻമെന്റ്സ്. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു TE എക്സാമിന് ക്വാളിഫൈ ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തതായിട്ടോ നമ്മുടെ ഗ്രേഡ് കാർഡിലും അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റിലും മറ്റും വരത്തുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്താണ് TE എക്സാം, അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാം. നമ്മൾ ഇപ്പൊ നടക്കാൻ പോകുന്ന എക്സാംസ് നമ്മൾ നോർമലി അറിയാവുന്ന പോലെ തന്നെ ജൂണും ഡിസംബറുമാണ് ഒരു വർഷം നടക്കുന്നത്. 2 സൈക്കിളിലാണ് നടക്കുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് ഡിസംബർ എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പൊ ആ ഡിസംബർ എക്സാം വരുന്ന സമയത്ത് നമ്മൾ അതനുസരിച്ച് നമ്മളുടെ ആ യൂണിവേഴ്സിറ്റി എപ്പോഴാണോ നോട്ടിഫിക്കേഷൻ തരുന്നത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്ത് പേയ്മെന്റ് ഒക്കെ അടച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് പോകണം. ഇയർലി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ഇപ്പൊ റീ രജിസ്ട്രേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാംസ് വരുന്ന നെക്സ്റ്റ് ജൂൺ ആയിരിക്കും. അപ്പൊ ജൂൺ ആവുന്ന സമയത്ത് നിങ്ങൾ അസൈൻമെന്റ്സ് വെക്കേണ്ടത് ആ ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലും, അതേപോലെ നിങ്ങൾക്ക് TE എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ഫെബ്രുവരി മാർച്ച് ടൈമിൽ വരുന്ന നോട്ടിഫിക്കേഷൻസിലും ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പൊ ചെയ്യുമ്പം തിയറി പേപ്പറോ പ്രാക്ടിക്കൽ പേപ്പറോ ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് സബ്ജക്ട് 200 റുപ്പീസ് എന്ന രീതിയിലൊക്കെയാണ് നിലവിൽ ഇപ്പം ഫീസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ നമ്പർ അനുസരിച്ചായിരിക്കും നമ്മളുടെ ഫീസും അന്നേരം വരുന്നത്. അതുകൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആപ്ലിക്കേഷൻ സക്സസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇനി ആ ഒരു എക്സാമിന് നമ്മുടെ സ്റ്റഡി സെന്ററോ നമ്മുടെ റീജിയണൽ സെന്ററിന്റെ അണ്ടറിലുള്ള ഒരു സെന്ററോ ആകണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് സെന്റർ വേണേലും ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയത്ത് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ അത് എക്സാം എഴുതി നമുക്ക് 35 മാർക്കോ 35% മാർക്കോ അല്ലെങ്കിൽ അതിന് മേളിലോട്ടോ മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് നമ്മൾ പാസ്സാകത്തുള്ളൂ. ഇനി അല്ലാതെങ്കിൽ നമ്മൾ അത് വീണ്ടും എന്ത് ചെയ്യണം, റീറൈറ്റ് ചെയ്യണം ആ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇതിന് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്, അതായത് നമുക്ക് തിയറി മാർക്കും കിട്ടി അസൈൻമെന്റ് മാർക്കും കിട്ടി. അങ്ങനെ എങ്ങനെയാണ് ടോട്ടൽ ചെയ്യുന്നതെന്നുള്ളൊരു മോഡലാണ്. നമ്മളുടെ അസൈൻമെന്റ് മാർക്കിനെ 30-ലോട്ട്, അതായത് അസൈൻമെന്റിന് 100-ൽ എത്ര മാർക്കാണോ കിട്ടുന്നത് അതിനെ 30-ലോട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ ടേം ആൻഡ് എക്സാമിന് നമുക്ക് എത്ര മാർക്ക് 100 കിട്ടുന്നു അതിനെ 70-ലോട്ട് കൺവേർട്ട് ചെയ്ത് ഔട്ട് ഓഫ് 100 എന്ന രീതിയിലായിരിക്കും ടോട്ടൽ ആ സബ്ജക്റ്റിന് ലാസ്റ്റിൽ വരുന്ന മാർക്ക് എന്ന് പറയുന്നത്. അതായത് അസൈൻമെന്റ് മാർക്കിനെ നമ്മൾ ഒരു 30-ലോട്ടും ടേമിന്റെ മാർക്കിനെ നമ്മൾ 70-ലോട്ടും കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഇത് ഇത്രയുമാണ് നമ്മുടെ നോർമൽ നമ്മളുടെ കോഴ്സ് കംപ്ലീഷന് വരുന്നത്. ഇനി കോഴ്സ് കംപ്ലീഷനും നമ്മളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പഠിത്തവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താം അല്ലെങ്കിൽ എങ്ങനെ ഇതെല്ലാം ചെയ്തു തീർക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കൂടുതലായിട്ട് ഇപ്പൊ നിലവില് പണ്ടേ കാലത്തെ പോലെ പുസ്തകവും ബുക്കും മാത്രമല്ല, കുറെ മോഡേൺ ടൂൾസ് നമുക്കുണ്ട്. നമ്മളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് നല്ലതാക്കാൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് കുറെ ടൂൾസും കാര്യം, പ്രത്യേകിച്ച് ലേൺ വൈസ് നല്ല രീതിയിലുള്ള ടെക് എനേബിൾ ചെയ്ത് നല്ല റിസോഴ്സസ് നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലെ, നല്ല സപ്പോർട്ട് നല്ല സർവീസസും തരുന്നുണ്ട്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും നല്ലതായിട്ട് കൂടുതൽ ഇന്ററാക്റ്റീവും എഫക്റ്റീവുമായിട്ട് നമ്മളുടെ ഓരോ സർവീസസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാക്സിമം സ്കോർ അറ്റൈൻ ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ലേണിംഗ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡഡ് അല്ലെങ്കിൽ ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആണ്. അത് നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസും ഉണ്ട്, അതേപോലെ തന്നെ ലൈവ് വീഡിയോസ്, നമ്മുടെ റിവിഷൻ ക്ലാസ് ഒക്കെ ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്. അതായത് വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് നോട്ട്സ് ആണ്. നമ്മളുടെ ലെക്ചർ നോട്ട്സ് പോലെ നമ്മളുടെ ആ വീഡിയോ ക്ലാസ് നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ എന്താണോ ലെക്ചർ നോട്ട്സ് പോലെ പ്രിപ്പയർ ചെയ്യുന്നത് അതിനായിരിക്കും ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ആ ഒരു പോർഷൻ. അപ്പൊ അങ്ങനത്തെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്, അത് കവർ ചെയ്യാം. എക്സാം പീഡിയ നമ്മൾ പ്രീവിയസ് ഇയർ എക്സാംസിനെ ബേസ് ചെയ്തുള്ള
ഒരു എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും അതിന്റെ ഗൈഡ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അസൈൻമെന്റിന്റെ ആൻസർ ഗൈഡ് ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ഗൈഡ് കിട്ടാനും അല്ലെങ്കിൽ അസൈൻമെന്റിന്റെ ആൻസേഴ്സ് കൂടുതൽ തപ്പിയെടുക്കാതെ നമുക്ക് സ്വയം തപ്പുന്നതിനെക്കാട്ട് അതൊന്ന് വായിച്ചു കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. തനി കോപ്പി പേസ്റ്റ് ചെയ്യാനല്ല, പക്ഷെ അതിൽ നിന്ന് നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ നമ്മളുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി എഴുതുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ആ ടോപ്പിക്കുമായിട്ട് പരിചയമാകും അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പൊ അതിനുവേണ്ടി കൂടുതൽ എഫക്റ്റീവായിട്ട് ഉള്ള കുറെ സപ്പോർട്ടിംഗ് ടൂൾസ് വേറെ ഉണ്ട്. അതായത് PVQ അനാലിസിസ് ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പരിചയമായിരിക്കും. നിങ്ങളൊരു 2 സൈക്കിൾ ഇപ്പൊ തന്നെ കേട്ട് കാണും. പലപ്പോഴും നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു കാണും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് അൾട്ടിമേറ്റ് അനാലിസിസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ഫോർമാറ്റും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന സെഷൻസ് ആണ്. അത് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങളുടെ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളും കിട്ടും. എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് എക്സാം ആപ്ലിക്കേഷൻസിനും അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് പേര് അറ്റൻഡ് ചെയ്തവരുണ്ട്. നിങ്ങളുടെ റെക്കോർഡഡ് സെഷൻസ് ഒക്കെ നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമായിട്ട് റിലേറ്റ് ചെയ്തുള്ള നമ്മളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി അല്ലെങ്കിൽ കോൺഫിഡൻസ് കൂട്ടാനുള്ള സെഷൻസ് ആണ്. അതും നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. കോ കരിക്കുലർ ഇവന്റ്സ് അത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കവർ ചെയ്ത് വന്നല്ലേ. ഈ പഠിത്തത്തിനേക്കാൾ ഉപരി അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായിട്ട് കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറെ ഇവന്റ്സും കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറെ അത് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അതുപോലത്തെ ഇവന്റ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഗാന്ധി ജയന്തി പോലത്തെ സമയത്തൊക്കെ നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻസ്, പല രീതിയിൽ കോമ്പറ്റീഷൻസ്, പല രീതിയിൽ സെലിബ്രേഷൻസ്, പല ഇവന്റ്സ് അല്ലാതെ അങ്ങനെ പലതും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങളുടെ ഒരു കരിയർ ഡെവലപ്മെന്റിനോ നിങ്ങൾക്ക് എവിടൊക്കെയോ എന്തൊക്കെയോ കുറെ പ്രയോജനപ്പെടുന്ന സെഷൻസ് കുറെ ഉണ്ട് എക്സ്ട്രാ. അതായത് പഠിത്തത്തിനേക്കാൾ ഉപരിയായിട്ട് എക്സ്ട്രാ ഇങ്ങനത്തെ കുറച്ച് സപ്പോർട്ടും ഉണ്ട്. അതുപോലെ അപ്സ്കില്ലിംഗ് അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, അതായത് നമുക്ക് മുന്നോട്ടുള്ള കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കുറെ ഇവന്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്താണ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് കൂടുതൽ പുതിയൊരു ഐഡിയ കിട്ടാനും പുതിയ മുന്നോട്ട് എന്തെങ്കിലും ഒരു നമുക്കൊരു സ്കിൽ എൻഹാൻസ് ചെയ്യാനും ഒക്കെയുള്ള കുറെ ഇവന്റ്സും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതെല്ലാം മാക്സിമം ഇന്നോവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക. അതായത് ഇത് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത്, അതിനെ നമ്മൾ എങ്ങനെയൊക്കെയാണോ നമ്മുടെ മുന്നിലിരിക്കുന്നത് ഇതിന് മാക്സിമം എന്ത് ചെയ്യുക, എഫക്റ്റീവ്. അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അതായത് വെറുതെ നിങ്ങൾ എന്തൊക്കെയോ സാധനങ്ങൾ കയ്യിൽ കിട്ടിയിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതിനെ മാക്സിമം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അപ്പം എപ്പോഴും ലേൺ ബേസുമായിട്ട് നിങ്ങളുടെ മെന്റേഴ്സുമായിട്ടും അല്ലെങ്കിൽ LHCസുമായിട്ടും എല്ലാം നല്ല ഒരു കണക്ഷൻ വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തുറന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഒന്ന് ഫ്രീ ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൂടുതൽ സ്കോർ ചെയ്ത് നല്ല രീതിയിൽ എല്ലാം അറ്റൈൻ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് തന്നെ നമ്മുടെ സബ്ജക്ട്സ് പാസ്സാകാനും പറ്റും. അപ്പം എല്ലാവർക്കും ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ഇയറിന്റെ ഒരു കുറച്ച് സിലബസും കാര്യങ്ങളും നമ്മളുടെ ആ ഒരു പോർഷൻ കംപ്ലീഷനും അല്ലെങ്കിൽ പ്രോഗ്രാം കംപ്ലീഷനും എല്ലാം നമ്മളൊന്ന് ഒരു റഫായിട്ടൊന്ന് അനലൈസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോടോ LHCസിനോടോ വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടാണല്ലോ, നിങ്ങൾ ഒരു വർഷം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൽ ഇപ്പൊ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയറിൽ നമ്മുടെ സബ്ജക്റ്റുകൾ വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ അതിനുപരി നിങ്ങളുടെ അസൈൻമെന്റ്സും തിയറി എക്സാംസും എന്താണെന്ന് നിങ്ങൾ ഒരു വർഷം നിങ്ങൾ ഒന്ന് ഫീൽ ചെയ്തതാണ്, എന്താണ് എങ്ങനെ ആയിരിക്കും. അപ്പം അത് കൂടുതൽ ബെറ്റർ ആക്കാൻ ഇനി മുന്നോട്ട് നോക്കുക. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്.